ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതെന്നൊക്കെ പറയില്ല, അതുപോലെയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ 2 മുട്ടയും 1 കപ്പ് മൈദയും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 3 ഏലക്കായും ചേർത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലില്ലാന്നുണ്ടെങ്കിൽ പശുവിൻ പാൽ എടുത്താലും മതി. തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പശുവിൻ പാലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദ 4 ടേബിൾ സ്പൂൺ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയിൽ അടിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതിലേക്ക് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലാണല്ലോ, എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഓട്ടപാത്രം അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള നെയ്യ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം, സൈഡിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ മാവ് ആദ്യം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മുടെ നമ്മുടെ മൈദയുടെ ബാറ്റർ ആദ്യം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് മൂടി വയ്ക്കുമ്പോഴേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ടാവും. ഇതിന് മുകളിലേക്ക് നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇതിന് മുകളിലേക്ക് മുട്ടയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. ഒക്കെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് അതൊന്ന് മൂടി വെക്കുക. ഇപ്പോൾ ഒരു 2 സെക്കൻഡൊക്കെ ഒന്ന് മൂടി വെക്കുമ്പോൾ അത് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത ബാറ്റർ, അതായത് മൈദയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അതിന് മുന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് നട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് മൂടി വയ്ക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മൈദയുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക, നമ്മൾ വിട്ടുപോകരുത്. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് മുട്ടയുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് അതിന് മുകളിൽ ഓരോ ബാറ്ററായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മുട്ടയുടെ ബാറ്റർ മൈദയുടേതായാലും വളരെ കട്ടി കുറഞ്ഞ ബാറ്ററാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. ഇനി കുറച്ച് മൈദയുടെ ബാറ്റർ ബാക്കി വന്നിരുന്നു, അത് ഞാൻ ലാസ്റ്റ് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിന് മുകളിലായിട്ട് അടച്ച് വെക്കുന്നതിന് മുന്നായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബദാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതിന് നെയ്പത്തിരി എന്നും പറയും,
വേറെ എന്ത് പേരാ പറയാന്ന്, വേറെ നാട്ടിലേക്ക് എന്ത് പേരാ പറയാന്ന് എനിക്കറിയില്ല. നല്ല ടേസ്റ്റ് കേട്ടോ, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം വേണം ഇതിൽ നിന്ന് വെടിയിച്ചെടുക്കാൻ. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള വീണ്ടും വീണ്ടും പറയുകയാണ്, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.